PYS അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4-ലെ ലായനികൾ എന്നുള്ള ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന PYQ ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ 4 ലായനികൾ എന്നുള്ള പഠിച്ചത്, അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പോൾ ലായനികൾ എന്നുള്ള ചാപ്റ്റർ ഞാൻ ആ ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്, നിത്യജീവിതവുമായിട്ട് ഒരുപാട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിച്ചത് അല്ലേ. അതിൽ നമ്മൾ കൊളോയിഡ് എന്താന്ന് കണ്ടു, യഥാർത്ഥ ലായനി എന്താന്ന് കണ്ടു, സസ്പെൻഷൻ എന്താന്ന് കണ്ടു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള എന്താ നമ്മൾ പഠിക്കുന്നത്, അത് വെച്ചിട്ട് നമ്മളുടെ ഡെയിലി ലൈഫിലുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ലായനികൾ എന്നുള്ള മൊഡ്യൂളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് PYQ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, അസാധാരണ ലേയത്വത്തിന് ഉദാഹരണം ഏത്? എന്താണ് അസാധാരണ ലേയത്വം? ലേയത്വം എന്ന് വെച്ചാൽ എന്താ, അതായത് നമ്മളുടെ ലായനിയിൽ ആരൊക്കെയുണ്ട്, ലീനം ഉണ്ട്, ലായകം ഉണ്ട്. ആ ലീനം ലായകത്തിൽ ലയിച്ചിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ലായനി ഉണ്ടാവുന്നത്. അപ്പോൾ അസാധാരണ ലേയത്വത്തിന് ഉദാഹരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, താപനില കൂടും എന്ത് കൂടും, ലേയത്വം കൂടുന്നല്ലേ. കുറച്ച് കഴിയുമ്പോൾ എന്താ ചെയ്യുന്ന, ചില വസ്തുക്കൾക്ക് ഈ എന്താണ് താപനില കൂടുമ്പം ലേയത്വം ആദ്യം കൂടിക്കൂടി വരും. കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ലേയത്വം കുറയുന്നതായിട്ട് കാണാം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അസാധാരണ ലേയത്വം. അതിന് എക്സാമ്പിൾ ഇതിൽ തന്നിരിക്കുന്നതിൽ അസാധാരണ ലേയത്വത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്, മെഗ്നീഷ്യം സൾഫേറ്റ് ഉണ്ട്, കാൽസ്യം സൾഫേറ്റ് ഉണ്ട്, സോഡിയം സൾഫേറ്റ് ഉണ്ട്, പൊട്ടാസ്യം സൾഫേറ്റ് ഉണ്ട്. അപ്പം നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ഏതാണ്, സോഡിയം സൾഫേറ്റ്. അപ്പം അസാധാരണ ലേയത്വത്തിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്, സോഡിയം സൾഫേറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളെ ലയത്വത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് ലീനത്തിൻ്റെ സ്വഭാവമുണ്ട്, താപനിലയുണ്ട് അല്ലേ. അപ്പോൾ താപനില കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക, വസ്തുക്കൾ നന്നായിട്ട് ജലത്തിലോ എല്ലാത്തിലും ലയിക്കുന്നുണ്ട്, ലേയത്വം കൂടുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയത്തും എന്താ സംഭവിക്കുക, താപനില കൂടുമ്പോൾ എന്താണ്, ലേയത്വം കുറയുന്നതായിട്ടാണ് കാണുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അസാധാരണ ലേയത്വം എന്ന് പറയുന്നത്. അപ്പോൾ അസാധാരണ ലേയത്വത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണുന്നത് എന്താണ്, സോഡിയം സൾഫേറ്റ് ആണ് അസാധാരണ ലേയത്വത്തിന് ഉദാഹരണമായിട്ട് കാണുന്നത്. ബാക്കിയുള്ള എന്തോ സംഭവിക്കുന്നത്, ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന കോമ്പൗണ്ട് ആണ്, അതൊന്നും എന്ത് കാണിക്കുന്നില്ല, അസാധാരണ ലേയത്വം കാണിക്കുന്നില്ല. ഒരു 32.4 അല്ലെങ്കിൽ 39.4 ഡിഗ്രി സെൽഷ്യസ് എറൗണ്ട് അവിടെ എത്തുമ്പോൾ എന്താണ്, അതിൻ്റെ ലേയത്വം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ലേയത്വം അങ്ങോട്ട് കുറയുന്നതായിട്ടാണ് കാണുന്നത് സോഡിയം സൾഫേറ്റിന്റെ. അടുത്തത്, ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ മാസ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് എന്ത്, ആ രീതിയെ നമ്മൾ പറയുന്ന പേരെന്താണെന്ന്. മാസ് പെർസെൻറ്റേജ് ഉണ്ട്, മൊളാരിറ്റി ഉണ്ട്, മൊളാലിറ്റി ഉണ്ട്, നോർമാലിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഗാഢത, അതായത് ലായനിയുടെ ഗാഢത പ്രസ്താവിക്കുന്ന യൂണിറ്റുകളാണ് ഇതെല്ലാം. മാസ് പെർസെൻറ്റേജ് ഉണ്ട്, മൊളാരിറ്റി ഉണ്ട്, മൊളാലിറ്റി ഉണ്ട്, നോർമാലിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്, ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ മാസ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയെ നമുക്ക് പറയുന്ന പേരാണെന്ത്, മാസ് പെർസെൻറ്റേജ് അല്ലേ. അപ്പോൾ ലായനിയിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ലീനത്തിന്റെ അളവ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയെ നമ്മൾ പറയുന്ന പേരാണെന്ത്, മാസ് പെർസെൻറ്റേജ്. അപ്പോൾ എത്രത്തോളം മാസ് അതിലുണ്ട് അതിന് നമ്മൾ ശതമാനത്തിൽ അതിനെ പ്രസ്താവിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, മാസ് പെർസെൻറ്റേജ്. ഇനി എന്താണ്, മൊളാരിറ്റിയും മൊളാലിറ്റി, ഇതൊക്കെ നമ്മൾ ഗാഢത പ്രസ്താവിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ്. മൊളാരിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. മൊളാലിറ്റിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ കിലോഗ്രാമിലാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ മാസ് പെർസെൻറ്റേജ് ആയാലും മൊളാരിറ്റി ആയാലും മൊണാലിറ്റി ആയാലും നോർമാലിറ്റി അതേപോലെ തന്നെ ഇതൊക്കെ എന്താണ്, നമ്മളുടെ ലായനിയുടെ ഗാഢത നിർണ്ണയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന തോതുകളെയാണ് ഇവയെല്ലാം പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്, ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ മാസ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന യൂണിറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്, മാസ് പെർസെൻറ്റേജ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത്, ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ചേർക്കുന്ന രാസവസ്തു ഏത്? അപ്പൊ നമ്മൾ ഇതിൽ വരുന്നതാണ്, നിത്യജീവിതത്തിലെ കൊളോയിഡുകളിൽ വരുന്ന ടോപ്പിക്കിലുള്ളതാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, മഞ്ഞ നിറം നൽകാൻ നമ്മൾ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാ പറയുന്നത്, മഞ്ഞ കളർ കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്, ടാർട്രസീൻ ആണ്. അപ്പോൾ മഞ്ഞ നിറം കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് കളറാണ്, രാസവസ്തുവാണ് ഏത്, ടാർട്രസീൻ എന്ന് പറയുന്നത്. എറിത്രോസിൻ എന്ന് പറയുന്നത് എന്താണ്, ചുവപ്പ് നിറം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്
വാനിലിൻ എന്ന് പറയുന്നത് രുചി കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാനിലിൻ. ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് എന്താ? പുളി രുചി കൂട്ടാൻ. ഇത് സാധാ നോർമൽ രുചി കൂട്ടാനാണ്. ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കൃത്രിമ പാനീയങ്ങളിലൊക്കെ പുളിരുചി കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഫോസ്ഫോറിക് ആസിഡ്. അപ്പൊ ഇതൊക്കെ നമ്മൾ നിത്യജീവിതത്തിലെ കൊളോയിഡുകൾ എന്നുള്ളതിൽ വരുന്നതാണ് കേട്ടോ. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് നിറം കൂട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ എന്നുള്ള ടോപ്പിക്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ കൊളോയിഡിന് ഉദാഹരണം ഏത്? ഏതൊക്കെയാ കൊടുത്തത്? പഞ്ചസാര ലായനി ഉണ്ട്, ചെളിവെള്ളം ഉണ്ട്, മൂടൽമഞ്ഞുണ്ട്, ഉപ്പു ലായനി ഉണ്ട്. അപ്പൊ എന്താണ് കൊളോയിഡ് അല്ലേ? നമുക്ക് ഭിന്നാത്മക മിശ്രിതങ്ങളെ അതിലുള്ള ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാ തരംതിരിച്ചിരുന്നത്? യഥാർത്ഥ ലായനി ഉണ്ട്, പിന്നെ എന്തുണ്ട്? കൊളോയിഡ് ഉണ്ട്, യഥാർത്ഥ ലായനി ഉണ്ട്, കൊളോയിഡ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? സസ്പെൻഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഭിന്നാത്മക മിശ്രിതങ്ങളെ അതിൽ ചേർത്തിട്ടുള്ള ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലേ? യഥാർത്ഥ ലായനി ഉണ്ട്, കൊളോയിഡ് ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്. അപ്പൊ എന്താണ് യഥാർത്ഥ ലായനിയിൽ? എന്താണ്? അതിൽ ആ ലീനകണികളുടെ വലിപ്പം വളരെ കുറവാണ്. നമുക്ക് നമ്മളുടെ നേക്കഡായി നഗ്നനേത്രങ്ങൾ കൊണ്ടൊന്നും ആ കണികളെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കൊളോയിഡ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി വലിപ്പമുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് എന്താണ് കണികൾ അങ്ങനെ കാണാനൊന്നും പറ്റുന്നില്ല. സസ്പെൻഷൻ എന്ന് വെച്ചാൽ എന്താ? കണികളുടെ വലിപ്പം വളരെ കൂടുതലാണ്, നമുക്ക് നന്നായിട്ട് ആ കണികകളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ ലായനിയും കൊളോയിഡും സസ്പെൻഷൻ എന്താണ്? ഭിന്നാത്മക മിശ്രിതങ്ങളുടെ ഘടകങ്ങളുടെ അളവനുസരിച്ച് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ ചോദിച്ചത്? എന്താണ് താഴെ പറയുന്നതിൽ കൊളോയിഡിന് ഉദാഹരണം? നമുക്ക് നോക്കൂ, പഞ്ചസാര ലായനി നമുക്ക് കണികളെ കാണാൻ പറ്റുമോ? ഇല്ല, അതൊരു യഥാർത്ഥത്തിൽ ഒരു ലായനി തന്നെയാണ്. ചെളിവെള്ളത്തിൽ എന്താണ്? ചെളിവെള്ളം കഴിയുമ്പോൾ നമുക്ക് അടിയിൽ ആ കണികളെ നമുക്ക് കാണാൻ പറ്റും. അത് ഏതിന് എക്സാമ്പിൾ ആണ്? സസ്പെൻഷൻ എക്സാമ്പിൾ ആണ്. ഇനി ഉപ്പു ലായനിയിൽ നമുക്ക് കണികളെ കാണാൻ പറ്റുമോ? ഇല്ല, അതൊരു യഥാർത്ഥ ലായനിയാണ്. അപ്പൊ ഇവിടെ കൊളോയിഡിന് ഉദാഹരണം എന്ന് പറയുന്നത് ഏതാണ്? മൂടൽമഞ്ഞാണ്. അപ്പോൾ താഴെ പറയുന്നതിൽ കൊളോയിഡിന് ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? മൂടൽമഞ്ഞാണ്. ആ മൂടൽമഞ്ഞ് എന്ന് പറയുന്നത് എന്താണ്? വിവിധ തരത്തിലുള്ള ഒരു തരത്തിലുള്ള കൊളോയിഡാണ്. അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള കൊളോയിഡുകളെ കുറിച്ചും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? കൊളോയിഡുകളിൽ എന്താ സംഭവിക്കുന്നത്? കണികളുടെ വലിപ്പം ഏകദേശം എന്താണ്? 1 നാനോമീറ്റർ തൊട്ടിട്ട് എന്താ പറയാ 1000 നാനോമീറ്റർ വരെയാണ് കൊളോയിഡുകളിൽ കണികളുടെ വലിപ്പം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പ്രകാശത്തിന്റെ പാത നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു പ്രകാശ ബീം അടിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്താണ്? പ്രകാശത്തിന്റെ പാത നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ കണികളൊന്നും അടിയുന്നൊന്നുമില്ല. അതിൽ കണികളൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ അടിഞ്ഞു കൂടുന്നൊന്നുമില്ല കണികൾ. സസ്പെൻഷനിലാണ് എന്ത്? കണികൾ അവിടെ അടിഞ്ഞു കൂടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലായനിയിൽ ലയിക്കുന്ന പദാർത്ഥത്തെ ഡാഷ് എന്ന് പറയുന്നു അല്ലെ? ലായനി എന്ന് വെച്ചാൽ ലായനിയിൽ ആരൊക്കെയുണ്ട്? ലായനി എന്ന് പറയുന്നതിൽ ലായനിയിൽ ആരെല്ലാം ഉണ്ട്? ലീനും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? ലായകം ഉണ്ട്. ലീനും അതേപോലെ ലായകവും എവിടെയുണ്ട്? ലായനിയിലുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താണ്? ലായനിയിൽ ലയിക്കുന്ന പദാർത്ഥത്തെ നമ്മൾ എന്താ പറയുന്നതെന്നാ ചോദിക്കുന്നത്. അപ്പോ ഈ ലായനിയിൽ ലയിക്കുന്ന പദാർത്ഥത്തെ നമ്മൾ പറയുന്ന പേരെന്താണ്? ലീനമാണ്. അതായത് ലായനിയിൽ ലയിക്കുന്ന പദാർത്ഥമാണ് ലീനം. അതേപോലെ തന്നെ നമുക്ക് പറയാം ലായനിയിൽ ഏറ്റവും കുറവുള്ള പദാർത്ഥം ഏതാണ്? ലീനം. ലായനിയിൽ കൂടുതലുള്ള പദാർത്ഥമാണ് എന്തെന്ന് പറയുന്നത്? ലായകം എന്ന് പറയുന്നത്. അപ്പോൾ ലീനം ലായകത്തിൽ ലയിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ലായനി ഉണ്ടാവുന്നത്. അപ്പോൾ കുറവുള്ള എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനം എന്ന് പറയുന്നത്. കൂടുതലുള്ള എമൗണ്ടിന് നമ്മൾ എന്ത് പറയുന്നത്? ലായകം എന്ന് പറയുന്നത്. അപ്പോൾ ലീനം ലായകത്തിൽ ലയിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ലായനി ഉണ്ടാവുന്നത്. ഇവിടെ എന്തൊക്കെ എക്സാം കൊടുത്തത്? ലീനുണ്ട്, ലായകമുണ്ട്, ലായനി ഉണ്ട്. അപ്പൊ ലയിക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ലീനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മുറിവുകൾ കഴുകി വൃത്തിയാക്കുന്നതിനും അണുനാശകമായിട്ടും ഉപയോഗിക്കുന്നത് എന്ത്? എന്താ ഉപയോഗിക്കുന്നത് നോക്കുന്നത്? ടെർപെന്റൈൻ ആണോ, ടിങ്ചർ അയഡിൻ ആണോ, ബൊറാക്സ് ലായനി ആണോ, അമോണിയ ലായനി ആണോ? ഇതിൽ ഏതാണ് നമ്മൾ മുറിവുകൾ കഴുകി വൃത്തിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന? ഏതാണ്? ടിങ്ചർ അയഡിൻ ആണ്. ടിങ്ചർ അയഡിൻ ആണ് നമ്മൾ മുറിവുകൾ കഴുകി വൃത്തിയാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കൽസ് ആണ്. ടെർപെന്റൈൻ എന്ന് പറയുന്നത് പെയിന്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കെമിക്കലാണ്. ബൊറാക്സ് ലായനി അതേപോലെ തന്നെ നമ്മളുടെ രാസവസ്തുക്കളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അമോണിയ ലായനി. അപ്പോൾ നമ്മളുടെ മുറിവുകൾ കഴുകി വൃത്തിയാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ടിങ്ചർ അയഡിൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കുടിവെള്ളത്തിൽ അടങ്ങിയ ക്ലോറിന്റെ അളവ് എത്രയാണ്? അപ്പോ ഇവിടെ അളവുകളൊക്കെ കൊടുത്തത് എന്താണ്? ppm ആണ് അല്ലെ? എന്താ ppm എന്ന് വെച്ചാല് പാർട്സ് പെർ മില്യൺ. എന്താണ്? പാർട്സ് പെർ മില്യൺ. നമ്മളുടെ പാർട്സ് പെർ മില്യൺ ആണ് എന്ത് പറയുന്നത്? ppm എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ വസ്തുക്കളുടെ ഗാഢത പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ പറയുന്ന യൂണിറ്റുകളാണ്. മാസ് പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ പറയുന്ന യൂണിറ്റിനാണ് എന്ത് പറയുന്നത്, പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ കുടിവെള്ളത്തിൽ അടങ്ങിയ ക്ലോറിൻ്റെ പി എച്ച്, ഇത് എപ്പോഴും PSCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. കുടിവെള്ളത്തിൽ അടങ്ങിയ ക്ലോറിൻ്റെ pH എന്നാണ് 4 ppm. ppm മീൻസ് പാർട്സ് പെർ മില്യൺ. അതായത് നമ്മളുടെ ലായനികളുടെ ഗാഢത പ്രസ്താവിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് യൂണിറ്റുകളുണ്ട്. മാസ് പെർസെൻറ്റേജ് ഉണ്ട്, മൊളാരിറ്റി ഉണ്ട്, മൊളാലിറ്റി ഉണ്ട്, നോർമാലിറ്റി ഉണ്ട്. അങ്ങനെ അതിൽ വരുന്ന മാസ് പെർസെൻറ്റേജിൻ്റെ യൂണിറ്റ് പ്രസ്താവിക്കുന്ന ഏതിലാണ്, പാർട്സ് പെർ മില്യണിലാണ്, ppmലാണ് വരുന്നത്. അപ്പോൾ കുടിവെള്ളത്തിൽ അടങ്ങിയ ക്ലോറിൻ്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്, 4 ppm ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത മാസ് ലായനിയുടെ ദശലക്ഷം ഭാഗത്തിൽ എത്ര ഭാഗം ലീനമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർട്സ് പെർ മില്യൺ. നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തു അല്ലേ, പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത മാസ് ലായനിയിൽ എത്ര ഭാഗം ലീനമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ കണ്ടത് കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്, 4 ppm ആണ്. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ വൈസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത മാസ് ലായനിയുടെ ദശലക്ഷം ഭാഗത്തിൽ, അതായത് എത്രത്തോളം ലീനം അടങ്ങിയിട്ടുണ്ട്, എത്രത്തോളം ദശലക്ഷം ഭാഗത്തിലാണ് 1/10⁶ ഭാഗത്തിൽ എത്രത്തോളം ലീനം ഉണ്ടെന്ന് നമ്മൾ പറയുന്ന യൂണിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർട്സ് പെർ മില്യൺ, ppm എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൊളോയിഡൽ കണികകൾ തട്ടി പ്രകാശം പ്രസരിക്കുന്നതാണ്. പ്രകാശം വിസരിക്കുന്ന ആ പ്രതിഭാസത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ടിൻഡൽ പ്രഭാവം. എന്താ നമ്മൾ പറയുന്നത്, ടിൻഡൽ പ്രഭാവം. പിന്നെ പ്രകീർണനം അറിയാം അല്ലേ, അതായത് മഴവിലുണ്ടാകുന്ന എന്താണ്, മഴത്തുള്ളികളിൽ തട്ടി പ്രകാശത്തിനുണ്ടാകുന്ന പ്രകീർണനം. പ്രകീർണനം എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക, നമ്മളെ സൂര്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസം. പിന്നെ എന്താണ് അപവർത്തനം അല്ലേ, അപവർത്തനം എന്ന് പറഞ്ഞാൽ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ, അല്ലെങ്കിൽ സാന്ദ്രതാ വ്യത്യാസമുള്ള മാധ്യമങ്ങൾക്കിടയിൽ വരുമ്പോൾ പ്രകാശപാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനാണ് അപവർത്തനം. പിന്നെ വിസരണം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ വസ്തുക്കളിൽ തട്ടി പ്രകാശം ചിന്നിച്ചിതറുന്ന പ്രതിഭാസമാണ് എന്ത് പറയുന്നത്, വിസരണം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ കൊളോയിഡൽ കണികൾ തട്ടി, അതായത് അന്തരീക്ഷത്തിലെ കൊളോയിഡൽ കണികൾ തട്ടിയിട്ട് പ്രകാശം വിസരിക്കുന്ന പ്രതിഭാസത്തിന് നമ്മളൊരു പേരിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്, ടിൻഡൽ പ്രഭാവം. ഇത് എപ്പോഴും PSCക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, എന്താണ് ടിൻഡൽ പ്രഭാവം. ചിലപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ടായിരിക്കും ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ലിക്വിഡ് എയറോസോൾ വിഭാഗത്തിൽ പെടുന്നത് ഏത്. അപ്പം നമുക്ക് എന്താ, നമ്മൾ കൊളോയിഡൽ വിഭാഗത്തിൽ വിവിധ തരം കൊളോയിഡുകൾക്ക് ഉപവിഭാഗങ്ങളുണ്ട്. അതിൽ വരുന്നതാണ് സോളുണ്ട്, ജെല്ലുണ്ട്, എയറോസോൾ ഉണ്ട്, ലിക്വിഡ് എയറോസോൾ ഉണ്ട്, എമൾഷൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മളിൽ ചോദിച്ചത് ലിക്വിഡ് എയറോസോളിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതാണ്, കാർമേഘം. ഏതാ വരുന്നത്, കാർമേഘമാണ് ഏതിൽ വരുന്നത്, ലിക്വിഡ് എയറോസോളിന് എക്സാമ്പിൾ വരുന്നത്. കാർമേഘവും അതേപോലെ തന്നെ മൂടൽ മഞ്ഞും ഒക്കെ ഏതിൽ വരുന്നതാണ്, ലിക്വിഡ് എയറോസോളിൽ വരുന്നതാണ്. അതിൽ പുക പൊടിക്കാറ്റ് എന്നുള്ളത് ഏതിൽ വരുന്നതാണ്, എയറോസോളിൽ വരുന്നതാണ്. വെണ്ണ എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്, ജെല്ലിൽ വരുന്നതാണ്. ഇതൊക്കെ എന്താണ്, വിവിധ തരം കൊളോയിഡുകളാണ്. അപ്പോൾ പുക പൊടിക്കാറ്റ്, അതായത് താഴെ തന്നിരിക്കുന്ന ലിക്വിഡ് എയറോസോളിൽ വരുന്നത് ഏതാണ്, കാർമേഘമാണ്. മൂടൽമഞ്ഞും കാർമേഘവും ഒക്കെ ഏതാ വരുന്നത്, ലിക്വിഡ് എയറോസോളിലാണ് വരുന്നത്. നമ്മളോട് ചോദിച്ചത് എന്താണ്, പുകയും പൊടിക്കാറ്റും വെണ്ണയൊക്കെ ഏതൊക്കെ കാറ്റഗറിയിലാണ് വരിക എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ പുകയും പൊടിക്കാറ്റും ഏതിൽ വരുന്നുണ്ട്, എയറോസോളിൽ വരുന്നുണ്ട്. വെണ്ണ എന്ന് പറയുന്നത് ഏതിലാണ് വരുന്നത്, ജെല്ലാണ് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. അതായത് വിവിധ തരത്തിലുള്ള കൊളോയിഡുകൾ. എന്താ വെച്ചാൽ PSCക്ക് അധികം വരുന്ന ക്വസ്റ്റ്യൻസ് ഏതിലാണ് വരുന്നത്, കൊളോയിഡുകളിലും അതേപോലെ ടിൻഡൽ പ്രഭാവത്തിലുമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.